അല്ല, പരാജയം അംഗീകരിക്കുന്നു. വിജയിച്ച ശ്രീ ഗോപകുമാറിനെ ഞാൻ വ്യക്തിപരമായി അഭിനന്ദിക്കുന്നു. 2016-ൽ, 2021-ൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ 26-ലുമൊക്കെ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിനകത്ത് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ ശൂരനാട് രാജശേഖരൻ പിടിച്ചതിലും കൂടുതൽ വോട്ട് ശ്രീ പീതാംബര കുറുപ്പ് കഴിഞ്ഞ തവണ പിടിച്ചു. ഇത്തവണ അതിൽ കൂടുതൽ വോട്ടുകളാണ് എനിക്ക് അല്ലെങ്കിൽ UDF നേടാൻ സാധിച്ചത്. പക്ഷേ വോട്ട് കുറവ് ഈ 2 പ്രാവശ്യവും വന്നത്, പ്രത്യേകിച്ച് ഇത്തവണ വലിയ വ്യത്യാസം വന്നത്, ഏതാണ്ട് 12,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസം ശ്രീ ജയലാൽ നേടിയതിന് അപേക്ഷിച്ച് ശ്രീ സഖാവ് രാജേന്ദ്രന് നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. വളരെ കുറവാണ്. CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും, പരവൂർ മുനിസിപ്പാലിറ്റി, പൂതക്കുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും BJP വലിയ മുന്നേറ്റം നടത്തുകയും ചിറക്കര പഞ്ചായത്തിലടക്കം, ചിറക്കരയിൽ സ്വാഭാവികമായിട്ടും BJPക്ക് കുറച്ച് സ്വാധീനം കൂടുതലുള്ള ജനത, പക്ഷെ അവിടെയൊക്കെ ക്രമാതീതമായ വർധനമാണ് BJPയുടെ വോട്ടിൽ ഉണ്ടായത്. ഒരു UDF-കാരനാകുക, ഒരു മുസ്ലിം ലീഗുകാരനാവുക, ഒരു കോൺഗ്രസ്സുകാരനാവുക, ഞാൻ UDF-കാരനാവുക എന്ന് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിനെ UDF നേടിയിട്ടത് അങ്ങനെയാണ്. കോൺഗ്രസ്സുകാരനെന്നോ ലീഗുകാരനെന്നോ മറ്റുള്ള RMP-കാരനെന്നോ RSP-കാരനെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ലാതെ വളരെ കൃത്യമായി ടീം UDF എന്നുള്ള രീതിയിലാണ് നേരിട്ടത്. ആ രീതിയിൽ പറയുന്നു, മുസ്ലിം ലീഗുകാരാ നിനക്ക് അഭിമാനിക്കാം, കോൺഗ്രസ്സുകാരാ നിനക്കും അഭിമാനിക്കാം. അങ്ങനെ UDF-ലെ ഓരോരുത്തർക്കും അഭിമാനം. എന്തുകൊണ്ടെന്നറിയാമോ? സംഘ് പരിവാറിനെതിരെ 102 വോട്ടിന് അല്ലെങ്കിൽ 102 സീറ്റിന്റെ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിൽ മാത്രമല്ല നിനക്ക് അഭിമാനിക്കാനുള്ള അർഹതയുള്ളത്, മറിച്ച് സംഘ് പരിവാറിനെ പ്രതിരോധിച്ചത് ലീഗാണ്, കോൺഗ്രസ് ആണ്, UDF ആണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇപ്പം നിങ്ങൾ കേരളത്തിൽ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. കേരളത്തിൽ 3 സീറ്റുകളിലാണ് BJP വിജയിച്ച് കയറിയിട്ടുള്ളത്. ഒന്ന് ചാത്തന്നൂരിലാണ്. ചാത്തന്നൂരിൽ അവിടെ കഴിഞ്ഞ തവണ സിറ്റിംഗ് MLA CPI-യുടേതായിരുന്നു. കഴിഞ്ഞ കുറേ തവണകളായിട്ട് CPI-യുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ച് കയറുന്നത്. 1. 2 കഴക്കൂട്ടമാണ്, കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലം, അവിടെ BJP വിജയിച്ച് കയറി. പിന്നെ 1 നേമമാണ്, ഈ പറയുന്ന V ശിവൻകുട്ടിയുടെ മണ്ഡലം, അവിടെയും BJP വിജയിച്ച് കയറി. എന്നാൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഈ നേമം ഇവരുടെ A+ ക്ലാസ് മണ്ഡലം എന്ന് BJP അവകാശപ്പെട്ട മണ്ഡലമാണ്. അതുപോലെ കേരളത്തിൽ BJP A+ ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞ മണ്ഡലമായിരുന്നു ഒന്ന് പാലക്കാട്, മറ്റൊന്ന് എന്ന് പറയുന്നത് മഞ്ചേശ്വരം, മറ്റൊന്ന് എന്ന് പറയുന്നത് കാസർഗോഡ്, അല്ലേ? ഈ 3 മണ്ഡലങ്ങളിലെയും, ഇനി അതല്ല BJP വിജയിച്ച് കയറിയ 3 മണ്ഡലങ്ങളിലെയും സ്ഥിതി ഒന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഈ ഇടങ്ങളിലൊക്കെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ഈ BJP വിജയിച്ച് കയറിയ ഇടങ്ങളിൽ അവിടെ വലിയ ഇടിവുണ്ടാക്കിയിരിക്കുന്നത് CPM-ന്റെ വോട്ട് ഷെയറിലാണ്, അവരുടെ വോട്ട് ബാങ്കിലാണ്. ഇപ്പോൾ ഈ ചാത്തന്നൂരിലടക്കം CPI-യുടെ സ്ഥാനാർത്ഥി മത്സരിച്ചെടുത്തത് CPM-കാരൻ കാലുവാരി എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് CPI-യുടെ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾക്കൊക്കെ ഇടിവുണ്ടായി എന്ന് പറഞ്ഞാൽ CPM-കാരൻ CJP ഡിയിലുണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ഒക്കെ ഇവിടെ കണക്കുകൂട്ടൽ എന്തായിരുന്നു? കണക്കുകൂട്ടൽ ചില മണ്ഡലങ്ങൾ ഇവർക്ക് നൽകണം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ഇഷ്ടദാനം പോലെ പിണറായി വിജയൻ കൊടുത്തതാ. അതുപോലെ ചില മണ്ഡലങ്ങൾ പേരിന് കൊടുക്കണം, അതിന് പകരം ഇവിടെ തിരിച്ചു കൊടുക്കും എന്നുള്ളതായിരുന്നു പാർട്ടി തമ്മിലുണ്ടാക്കിയ ഡീല്. ജനങ്ങൾ തമ്മിലുണ്ടാക്കിയ ഡീലല്ല കേട്ടോ, മനസ്സിലായില്ലേ? അതിൻ്റെ കൃത്യമായിട്ട് CPM-ന്റെ കേഡർ പ്രവർത്തകർ ഈ പറയുന്ന ഇടങ്ങളിലൊക്കെ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വോട്ട് ഷെയറിൽ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അല്ല, BJPയുടെ വോട്ട് ഷെയറിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. സോറി, CPM-ന്റെ വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ആ വോട്ടിനാണ് ഇവിടങ്ങളിലൊക്കെ BJP സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത്. ഇനി ഇതേ A+ മണ്ഡലം എന്ന് BJP അവകാശപ്പെട്ട മഞ്ചേശ്വരത്ത് എന്താണ് സ്ഥിതി? മുസ്ലിം ലീഗിന്റെ AKM അഷ്റഫ് കഴിഞ്ഞ നാളുകളിൽ 2 അക്കത്തിനും 3 അക്കത്തിനും മാത്രം വിജയിച്ചു പോന്ന മഞ്ചേശ്വരത്ത് നിന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഇത്തവണ വിജയിച്ചു കയറുന്നത് 29,000 ചില്ലറ വോട്ടുകൾക്കാണ്. മനസ്സിലായില്ലേ? കാസർഗോഡ് കലക്ടർ മായിനാജി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, അവിടെയും വിജയിച്ചു കയറിയത് വൻ ഭൂരിപക്ഷത്തിലാണ്, അല്ലേ? ഇനി പാലക്കാട്ടേക്ക് വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാലക്കാട്ട് കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി
13,127 വോട്ടുകൾക്ക് വിജയിച്ചു കയറുന്നു അല്ലേ? 13,127 വോട്ട്. ഇവിടെ ഒരു കാര്യം നോക്കേണ്ടത്, ഈ 13,127 വോട്ടുകൾക്ക് വിജയിക്കുമ്പോൾ ഭൂരിപക്ഷം 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കുറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ രമേശ് പിഷാരടിക്ക് 2024 രാഹുൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം നേടിയ ടോട്ടൽ വോട്ടുണ്ടല്ലോ, ആ ടോട്ടൽ വോട്ടുകളെക്കാൾ 2,990 വോട്ട്, ഏകദേശം 3,000 വോട്ട് തന്നെ അധികം ലഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ടുകളിൽ, UDFന്റെ വോട്ടുകളിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പിന്നെയോ മറിച്ച് CPMന് അവിടെ കൃത്യമായിട്ട് P. സരിൻ ആയിരുന്നല്ലോ 2024 ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥി. സരിൻ നേടിയ വോട്ടുകളിൽ 4,000-ഓളം വോട്ടുകൾ, 3,761 വോട്ടുകളുടെ കുറവ് സംഭവിച്ചിട്ടുമുണ്ട്. വളരെ കൃത്യമാണല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, സംഘ് പരിവാറിന് പ്രതിരോധം തീർത്തത്, സംഘ് പരിവാർ A ക്ലാസ് മണ്ഡലം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കഴക്കൂട്ടം വിജയിക്കുമെന്ന് സംഘ് പരിവാറിന് വലിയ കണക്കുകൂട്ടലുണ്ടായിട്ടില്ല. ചാത്തന്നൂര് വിജയിക്കുമെന്നുള്ള വലിയ കണക്കുകൂട്ടലുണ്ടായിട്ടില്ല. മറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളടക്കം സംഘ് പരിവാറിന് ഏറ്റവും സാധ്യത കൽപ്പിച്ച മണ്ഡലങ്ങളായിരുന്നു മഞ്ചേശ്വരത്ത് തോറ്റാലും കാസർഗോഡ് വിജയിക്കുമെന്ന് പറഞ്ഞു. മഞ്ചേശ്വരം, കാസർഗോഡ് ആര്? സംഘ് പരിവാർ വിജയിക്കുമെന്ന് പറഞ്ഞു. കാസർഗോഡ് പരാജയപ്പെട്ടു, അമ്പേ പരാജയപ്പെട്ടു. 30,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന AKM അഷ്റഫ് വിജയിച്ചു കയറി. കാസർഗോഡ് കല്ലട്ര മായിനാജി 20,000-ലധികം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കല്ലട്ര മായിനാജി കാസർഗോഡ് നിന്ന് വിജയിച്ചു കയറി അല്ലേ? ഇനി ഈ പറയുന്ന പാലക്കാട് നോക്കൂ നിങ്ങൾ, ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ശോഭാ സുരേന്ദ്രൻ അവിടെയും 8 നിലയിൽ പൊട്ടി. എന്ന് പറഞ്ഞാൽ BJPക്ക് അത്രമാത്രം പ്രതീക്ഷകളുണ്ടായ, അവർ വിജയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മണ്ഡലങ്ങളായിരുന്നു മഞ്ചേശ്വരം, കാസർഗോഡ്, ഈ പറയുന്ന പാലക്കാട് എന്ന് പറയുന്നത്. ആ മണ്ണുകളിൽ കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് പ്രതിരോധങ്ങൾ തീർത്തു എന്നുള്ളതാണ്. കൃത്യമായിട്ട് പ്രതിരോധങ്ങൾ തീർത്തു അല്ലേ? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മഞ്ചേശ്വരത്തിന്റെ മണ്ണ് അത് മതേതരത്വ മണ്ണാണ് എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത പോരാട്ടം നടത്തി. AKM അഷ്റഫിന് ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, AKM അഷ്റഫിന് മഞ്ചേശ്വരത്തുകാർക്ക് ഒരു സമ്മാനം നൽകണം, ആ സമ്മാനം എന്തിനുള്ളതാണെന്നറിയോ? ആ മണ്ണിനെ മതേതരത്വ മണ്ണായി കാത്തു സൂക്ഷിച്ചതിനുള്ള അല്ലേ? കഴിഞ്ഞ 2 തവണ AKM അഷ്റഫ് മഞ്ചേശ്വരത്ത് നിന്ന് വിജയിച്ച് കയറുമ്പോൾ AKM അഷ്റഫിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു, വളരെ തുച്ഛമായിരുന്നു. ഒരു വിജയം, അതൊരു വോട്ടിനാണെങ്കിലും വിജയം തന്നെയാണ്. പക്ഷേ തുച്ഛമായ വോട്ടുകൾക്കാണ് മഞ്ചേശ്വരത്ത് നിന്ന് കഴിഞ്ഞ 2 തവണ AKM അഷ്റഫ് വിജയിച്ചു കയറുന്നത്. ആ മണ്ണില് സംഘ് പരിവാറിന്റെ പ്രതീക്ഷകൾ അടിച്ച് നിലംപരിശാക്കി. K. സുരേന്ദ്രൻ വളരെ സുരക്ഷിതമായ മണ്ഡലം തേടിയിട്ട് മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ ചെന്നിറങ്ങിയിട്ട് അവിടെ താമര വിരിയിക്കാൻ ചെന്ന K. സുരേന്ദ്രനെ അടിച്ചോടിച്ചു മഞ്ചേശ്വരത്തിന്റെ മണ്ണ്. 29,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം. കാസർഗോഡ് എന്തായിരുന്നു? കാസർഗോഡ് വലിയ പ്രവചനങ്ങൾ നടന്ന ഇടമാണ്. മുസ്ലിം ലീഗ് തോൽക്കും, BJP വിജയിക്കും, CPM വോട്ടുകൾ, ഈ പറയുന്ന CPM വോട്ടുകൾ പിടിക്കും, അത് ന്യൂനപക്ഷ വോട്ടുകൾ CPMലേക്ക് മറിയും. എന്തൊക്കെ കണക്കുകൂട്ടലുകളായിരുന്നു! വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, ലീഗുകാരാ, നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ 85,000-ന്റെ ഭൂരിപക്ഷത്തിനേക്കാൾ വലിയ മധുരം നൽകുന്ന വിജയം അത് കാസർകോട്ടേതാണ്, അത് മഞ്ചേശ്വരത്തേതാണ് എന്ന് ഞാൻ പറയും. മനസ്സിലായില്ലേ? അവിടെ ലീഗ് തോൽപ്പിച്ചത്, ലീഗ് പ്രതിരോധിച്ചത്, ലീഗ് പടിയടച്ച് പിണ്ടം വെച്ചത് അത് സംഘ് പരിവാറിന്റെ സ്വപ്നങ്ങൾക്കായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അഭിമാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വിജയം ഞാൻ ചെറുതാക്കി കാണിക്കുകയല്ല. കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേടിയത്. ഞാൻ അതിനെ ചെറുതാക്കുകയല്ല, മറിച്ച്
ഓരോ ലീഗുകാരൻ്റെയും അഭിമാനം അത് മഞ്ചേശ്വരത്തിൻ്റെ വിജയമാണ്, അത് കാസർഗോഡിൻ്റെ വിജയമാണ്. അല്ലേ? ലീഗുകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അഴീക്കോട് തോറ്റത് തുലോ തുച്ഛമായ വോട്ടുകൾക്കാ, കുത്തുപറമ്പിൽ തോറ്റത് തുലോ തുച്ഛമായ വോട്ടുകൾക്കാ. അല്ലേ? അവിടങ്ങളിലൊക്കെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് മഞ്ചേശ്വരത്തെ വിജയം നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ രണ്ട് മണ്ഡലങ്ങള്, മഞ്ചേശ്വരവും കാസർഗോഡും, അതുപോലെ ഈ പറയുന്ന പാലക്കാടും, ഈ 3 മണ്ഡലങ്ങളില് UDF സ്ഥാനാർത്ഥികള്, മഞ്ചേശ്വരത്തെ AK അഷ്റഫ്, കാസർഗോഡ് കലക്ടർ മൈനാജി, പാലക്കാട് രമേശ് പിഷാരടി, ഈ 3 സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തായിരിക്കും ഇവിടെ നെറേറ്റീവുകൾ ഉണ്ടാവാൻ പോകുന്നത്, എന്തൊക്കെയാ ക്യാപ്സ്യൂളുകളായിരിക്കും ഇവിടെ CPM ഇറക്കിയിരിക്കുന്നത്. അല്ലേ? പരാജയപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ നേടിയ 102 സീറ്റിൻ്റെ വിജയം, ആ വിജയത്തിൻ്റെ തിളക്കമെല്ലാം നഷ്ടപ്പെടുമായിരുന്നു. അല്ലേ? ഇവിടെ എന്തൊക്കെ നെറേറ്റീവുകൾ CPM പറഞ്ഞു പരത്തിയേനെ. CPM എല്ലായിടങ്ങളിലും നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഈ പറയുന്ന BJP പരാജയപ്പെട്ട 3 മണ്ഡലങ്ങൾ, മഞ്ചേശ്വരവും കാസർഗോഡും പാലക്കാടും, അതുപോലെ BJP വിജയിച്ച നേമം, കഴക്കൂട്ടം, അതുപോലെ ചാത്തന്നൂര്, ഈ 6 മണ്ഡലങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ 6 മണ്ഡലങ്ങളിലും CPM അവരുടെ വോട്ടുകൾ വേണ്ട വിധം സംഘപരിവാറിന് ദാനം ചെയ്യുകയായിരുന്നു. ഇതൊരു ഡീലുണ്ട് എന്ന് 1000 തവണ തെരഞ്ഞെടുപ്പിന് മുൻപും അതിനുശേഷവും പറഞ്ഞതിനുള്ള കൃത്യമായ ഡാറ്റകളാണ് പുറത്തേക്ക് വരുന്നത്. വോട്ടിങ്ങിലെ ഷെയറുകൾ നമ്മുടെ മുന്നിലേക്ക് കണക്കുകളായിട്ട് വരികയാണ്. ലീഗുകാരാ, ഇതിലപ്പുറം സന്തോഷം നമുക്ക് വേറെന്താ വേണ്ടത്? UDF-കാരന് ഇതിലപ്പുറം സന്തോഷം വേറെന്താ വേണ്ടത്? അത്രമാത്രം ആനന്ദ നൃത്തമാടാനുള്ള ഒരു വകയല്ലേ നമുക്ക് മുന്നിലുള്ളത്. സംഘ് പരിവാറിനെയാണ് ഉയറ്റുമുട്ടി പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ മണ്ണ് മതേതരത്വത്തിന്റെ മണ്ണാണെന്ന് ആവർത്തിച്ച് വിളിച്ചു പറയാൻ തക്കമായ കാരണം, അതിന് കാരണം ഒരുക്കിയത് UDF അല്ലേ, മുസ്ലിം ലീഗ് അല്ലേ, കോൺഗ്രസ് അല്ലേ? പാലക്കാട്ടെ വിജയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡ്, അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി പൊതുപ്രവർത്തന രംഗത്തേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഭൂലോക ഫ്രോഡ്, തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും മാത്രം കൈമുതലായിട്ടുള്ള ഫ്രോഡ്. ആ ഫ്രോഡ് എങ്ങാനും കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചേ, എത്രമാത്രം വർഗീയ വിഷമായിരിക്കും തുപ്പുക. സുരേന്ദ്രൻ മഞ്ചേശ്വരത്തിന്റെ മണ്ണില് ആ വർഗീയവാദി, ആ കള്ളക്കടത്തുകാരൻ, ആ കുഴൽപ്പണക്കാരൻ, ആ രാജ്യദ്രോഹി എങ്ങാനും കേരളത്തിന്റെ നിയമസഭയിൽ ചെന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നെങ്കിൽ ആ നിയമസഭയുടെ പവിത്രത പോലും തകരുമായിരുന്നില്ലേ? അപ്പോ ഇവിടങ്ങളിൽ പ്രതിരോധങ്ങൾ തീർത്ത് സംഘ് പരിവാറിനെ ചവിട്ടി പുറത്താക്കിയത് ലീഗുകാരാ നിങ്ങളാണ്, കോൺഗ്രസ്സുകാരാ നിങ്ങളുമാണ്, UDF-കാരാ നിങ്ങളുടെ പ്രയത്നങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കൃത്യമായിട്ട് പ്രതിരോധം തീർത്ത് സംഘ് പരിവാറിനെ തൂത്തെറിഞ്ഞത് ഈ പറയുന്ന UDF ആണ് എന്നുള്ളത് ഡാറ്റകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാ. അല്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് പാലക്കാട് ഡീലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, കാസർഗോഡ് ഡീലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, മഞ്ചേശ്വരത്ത് ഡീലുണ്ടെന്ന് പറഞ്ഞു, കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ RSS-ഉമായിട്ട് ഡീലുണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഡീല് ഇവരുടെ പരാജയത്തിലും ഇവരുടെ വിജയത്തിലും ഡാറ്റകൾ നമ്മളോട് പറയുക, വോട്ടിംഗ് പാറ്റേണുകൾ നമ്മൾ പറയുക, വോട്ട് ഷെയർ നമ്മളോട് വിളിച്ചു പറയുക. അല്ലേ? CPM ദാനം ചെയ്യുകയായിരുന്നു. സഖാക്കള് ദാനം ചെയ്തു. പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹം ദാനം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. സംഘ് പരിവാറിന് ഇടമില്ലാത്ത മണ്ണാണ് ഈ മണ്ണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വിളിച്ചു പറയുകയായിരുന്നു, ആവർത്തിച്ച്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഈ തിരുവനന്തപുരത്ത് 2 കൊല്ലത്ത് 1, വളരെ കൃത്യമായിട്ട് CPI എന്ന് ഞാൻ പറയില്ല, CPM നൽകിയ
സംഭാവന, ഉദാരമായ സംഭാവന നൽകി CPM-ന്റെ കേഡർ പ്രവർത്തകർ സംഘ് പരിവാറിനെ സഹായിക്കുകയായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് ഷെയറുകൾ എന്ന് പറയുന്നത്. ലീഗുകാരാ, നമ്മളാണ് പ്രതിരോധിച്ചത്. കോൺഗ്രസ്സുകാരാ, നമ്മളാണ് പ്രതിരോധിച്ചത്. UDF-കാരാ, സംഘ് പരിവാറിനെ പ്രതിരോധിച്ചത് നമ്മൾ മാത്രമാണ്.